ഇനി ഇപ്പോൾ നമ്മുടെ കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ എനിക്കൊപ്പം ഒരു കുട്ടിത്താരം എത്തിയിട്ടുണ്ട്. നമുക്ക് ആ താരത്തിന്റെ വിശേഷങ്ങൾ അറിയാം. ഭരതനാട്യം മത്സരമൊക്കെ കഴിഞ്ഞിട്ട് വേദിയിൽ നിന്ന് അതേപോലെ ഇറങ്ങി നമ്മുടെ കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ വന്നിരിക്കുകയാണ് ശ്രീനന്ദന ദേവനന്ദന. ഓക്കെ ദേവനന്ദന, എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? മത്സരം എല്ലാ കുട്ടികളും ഒരേപോലെയാണ് കളിക്കുന്നത്. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ എവിടുന്നാ വരുന്നത് ദേവനന്ദന? ഞാൻ ഇടുക്കിന്നാണ് വരുന്നത്. ഇടുക്കിയിലെ മിടുക്കിയാണ്. അപ്പൊ ആദ്യത്തെ കലോത്സവമാണോ അതോ ഇതിന് മുന്നേ ഉണ്ടായിരുന്നോ? ഇല്ല, എന്റെ ആദ്യത്തെ കലോത്സവമാണ്. കാലിക്കറ്റ് ഉണ്ടായിരുന്നില്ല, ഇവിടെയാണ്. കൊല്ലമാണ് ഫസ്റ്റ് കലോത്സവം. ഇടുക്കിയിൽ നിന്ന് കൊല്ലത്തേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ മത്സരമൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു, എങ്കിലും നമ്മൾ നമ്മുടെ ബെസ്റ്റ് കാണിച്ചു അല്ലേ? അപ്പൊ ഒരുപാട് പേരുണ്ടായിരുന്നോ? ഞാൻ ആക്ച്വലി ഫസ്റ്റ് ക്ലസ്റ്റർ ആയിരുന്നു. അപ്പം എന്റെ കൂടെ ഫസ്റ്റ് ക്ലസ്റ്ററിൽ 4 പേരായിരുന്നു. ഓക്കെ ഓക്കെ. ഇന്നിപ്പോ എന്തായിരുന്നു തീം? എന്തായിരുന്നു എന്റെ ഭരതനാട്യത്തിന്റെ തീം? മുരുകന്റെ ഒരു വള്ളിയും തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് ഒരു സംഭവമായിരുന്നു. ഓക്കെ. ഇപ്പൊ എന്തായാലും നമുക്ക് കാണാൻ പറയുമ്പോൾ തീം കേൾക്കുമ്പോൾ അത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതിപ്പോൾ പെർഫോം ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? ഇവിടെ നിന്ന് ഇപ്പോൾ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മറ്റെന്തെങ്കിലും നമുക്ക് വേണ്ടി കാണിക്കാൻ വേറെന്തെങ്കിലും ഉണ്ടോ? പാട്ടോ വേറെന്തെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല, അങ്ങനെ ഭരതനാട്യം മാത്രമേ ഉള്ളൂ, ഞാൻ അത് മാത്രമേ ചെയ്യൂ, അങ്ങനെയാണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇവിടെ കൊല്ലമൊക്കെ എങ്ങനെയുണ്ട്? കൊല്ലമൊക്കെ കറങ്ങി കണ്ടോ? ഇവിടെ ഞങ്ങളുടെ അപേക്ഷിച്ചിട്ട് ചൂട് കൂടുതലാണ്. ഭയങ്കര ചൂടല്ലേ? അതെ, ആ ഒരു ഒറ്റ ഇതേ ഉള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയാണ്. അപ്പൊ നമ്മള് കപ്പും കൊണ്ടേ പോവുള്ളൂ. അങ്ങനെയില്ല, നോക്കാം അല്ലേ? അപ്പം മത്സരമൊക്കെ ടൈറ്റായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, നമ്മള് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് കാത്തിരിക്കാം അല്ലേ? നമുക്ക് ഓരോ കോമ്പറ്റീഷൻ ഓരോ രീതിയിൽ അങ്ങ് പോവും. ഓക്കെ. നമ്മൾ